ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. ചെറിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കസിൻസ്, കണ്ണൂരുള്ള എന്റെ കസിൻസ് എയർപോർട്ടിൽ വരുന്നുണ്ട്. നമ്മുടെ കൊച്ചിയിൽ എയർപോർട്ടിലാണ് അവർ ഇറങ്ങുന്നത്. സോ അവര് വരുമ്പോൾ അവര് ദുബായിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഹസ്ബൻഡും ദുബായിലാണുള്ളത്. സോ അവര് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പം അത് മേടിക്കാനും അതിന്റെ കൂട്ടത്തില് ഇവര് റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് പിക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വേണ്ടിയിട്ടും ഇപ്പൊ ഞങ്ങൾ പോവാണ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ ഫുൾ വ്ലോഗ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയുടെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ, എന്റെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളും അതുപോലെ എന്റെ കസിൻ ഒരു പെർഫ്യൂമും കുറച്ച് ചോക്ലേറ്റും കൊണ്ടു. ഇതൊക്കെ ഇന്ന് അൺബോക്സിംഗ് ആണ്. അതായത് ദുബായ് കൊണ്ടുവന്ന പെട്ടി അൺബോക്സിംഗ്, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന കവർ അൺബോക്സിംഗ്, അങ്ങനെയാണ് പറയാം. ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പം ചെറിയ ഷോർട്ട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ കൊണ്ടുവന്ന സാധനങ്ങൾ അൺബോക്സ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അവള് കുട്ടുമുത്തും എന്തൊക്കെയോ കൊടുത്തു വിട്ടിട്ടുണ്ട്. കസിന്റെ ഇതിനകത്തും എന്തൊക്കെയോ ഉണ്ട്. ഞാനത് രണ്ടും നിങ്ങളെ കാണിച്ചിട്ട് ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയ ചെറിയ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അതൊന്ന് കണ്ടിട്ട് തിരിച്ചു. ഇക്കാലത്ത് ഒരു നല്ല ജോലി ആദ്യം താല്പര്യമുള്ള കമ്പനിയിലെ പെട്രോളുമായി രാത്രി അയാളുടെ വീട്ടിൽ തീ കൊടുക്കുക എന്ന് നേരത്തെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഞങ്ങള് 2:50 55 എത്തേണ്ട ഫ്ലൈറ്റ് അവിടെ എത്തി. 2:55 3 മണിയോടുകൂടി എത്തിയായിരുന്നു. പക്ഷെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തോരം നേരം പുറത്തിരുന്നറിയാം. ഞങ്ങൾ 3 മണിക്ക് അവിടെ എത്തി. പിന്നെ പുറത്ത് പോയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കുറേ നേരം അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം എയർപോർട്ടിൻ്റെ അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവിടെ ബാഗേജിൻ്റെ അവിടെ നിൽക്കുന്നത് കണ്ടു. പിന്നെ അങ്ങനെ കുറേ ടൈം നമുക്ക് അവിടെ പോയി വന്നവരെയും പോയവരെയും കണ്ടു ഉറക്കം തൂങ്ങിയൊക്കെ അവിടെ കുത്തിയിരുന്നു. പിന്നെ അവർ വരുന്ന വീഡിയോസും ഒന്നും അവരെ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ബിക്കോസ് എനിക്ക് കസിൻസ് ആണെങ്കിലും നമുക്ക് അവരുടെ പെർമിഷൻ ചോദിക്കാതെ വീഡിയോസ് എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഒത്തിരി പേര് അവിടെ എയർപോർട്ടിൽ വരുന്നവരും പോകുന്നവരും പെട്ടിയൊക്കെ നോക്കിയിരുന്നു. കാരണം എന്താ രസമല്ലേ, പല പല പ്രതീക്ഷകളുമായിട്ട് എങ്ങോട്ടൊക്കെയോ കയറി പോകാൻ വേണ്ടിയിട്ട് വരുന്ന കുറേ പേര്, അതുപോലെ തന്നെ നാട്ടിലേക്ക് ആൾക്കാരെ കാണാൻ വരുന്ന കുറേ പേര്. സോ അങ്ങനെ അപ്പൊ നിങ്ങൾ പോകുന്ന വീഡിയോ കണ്ടല്ലോ. ഇനിയിപ്പോ നമ്മുടെ സാധനങ്ങൾ എവിടെ കണ്ടില്ലല്ലോ. സാധനം ഇതാണ് എന്റെ കൂട്ടുകാരി കൊടുത്തു വിട്ടത്. ഇനി എന്റെ കസിൻസ് കൊണ്ടുവന്നത് പോരട്ടെ. ആരായിരിക്കും എനിക്ക് സൈഡിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞത്? മമ്മി അല്ല, വായോ ഇന്ന് വായോ മമ്മി. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഇതെല്ലാം നമ്മൾ പൊളിച്ച് എന്തൊക്കെയാണെന്ന് മമ്മി കുറെ നേരം കൊണ്ട് പറയുന്നു. മമ്മി തല കാണുന്നില്ല, ഇവിടെ വന്നിരുന്നേ. മമ്മി കുറെ നേരം കൊണ്ട് പറയണു, ഏടി സാധനം പൊട്ടിക്കൂ, സാധനം പൊട്ടിക്കൂ, പെട്ടി പൊട്ടിക്കൂ എന്നാ. അതെന്തമ്മ അങ്ങനെ പറയണേ? പിന്നെ എവിടെ നിന്ന് ഒരു സാധനം കൊണ്ടുവന്നത് അതിന്റെ അകത്ത് എന്താ ഉള്ളതെന്ന് അറിയാൻ എന്തൊരു ആകാംക്ഷയായിരിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി. ഇത് ഷിനോസിന്റെയും സിൽസാന്റെയും കൊണ്ടുവന്നത്, അവര് തന്നതാണ് നമ്മൾക്ക്. ഇത് നമ്മുടെ ഫ്രണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മുത്തും കുട്ടും, അക്ഷയും മുത്തും കൂടെ കൊണ്ടുവന്നതാണ്. നമുക്ക് ആദ്യം ഇത് നോക്കണം. മമ്മി ചൂസ് ചെയ്താ നോക്കണ്ടെന്നുള്ളത്. എനിക്കിത് കാണാനാണ് പുറമെ ഇരിക്കുന്നതൊക്കെ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ നോക്കി അതിലെന്തൊക്കെയുണ്ടെന്ന് ആക്ച്വലി ചെറിയൊരു ഐഡിയ ഉണ്ട്. കുറച്ച് ചോക്ലേറ്റും ഒരു പെർഫ്യൂം. എന്റെ മോളെ കൂടി ഇങ്ങനെ നോക്കി. പക്ഷെ അത് എന്ത് ചോക്ലേറ്റ്സ് ആണ് എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം ഞാൻ പെർഫ്യൂമും കണ്ടു, അത് ഏതാണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇതിനകത്തും ഏകദേശം ഐഡിയ ഉണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. കാരണം മമ്മി പറഞ്ഞ 1-2 സാധനങ്ങൾ അവൾ വെച്ചിട്ടുണ്ട്. പിന്നെ അറിയില്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. അതാ മമ്മി പറഞ്ഞ സാധനത്തിന്റെ വെയിറ്റ് ആയിരിക്കും അല്ലേ ചിലപ്പോ. അതാ എനിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മള് നല്ല മണം. ദുബായിയുടെ മണം ഇല്ലേ?
എനിക്ക് എന്ത് ഇഷ്ടമാണ് ഇങ്ങനത്തെ വളങ്ങളൊക്കെ. പിടിച്ചേ, പിടിച്ചേ, പിടിച്ചേ. ഇനി ഇത് കത്രിക ഇടണോ? കത്രിക വേണമായിരുന്നു. കത്രിക എടുത്തിട്ട് വാ വേഗം, നമുക്ക് നോക്കാലോ. അതെ വരുന്നു. കത്രിക കിട്ടിയിട്ടില്ല. ആ യെസ്. അപ്പൊ നമുക്ക് കത്രിക കിട്ടി. ഇനി കത്രിക വെച്ചിട്ട് അങ്കത്തട്ടിലേക്ക് കിടക്കാം. എനിക്കാണെങ്കിൽ ഈ കത്രിക വെച്ച് മുറിക്കുന്നതിനേക്കാളും ഇഷ്ടം എന്താണെന്നറിയാമോ? വലിച്ച് വാരി കൈ കൊണ്ട് പറിച്ചെടുക്കുന്നത്. ഇതെന്താ തുറക്കടി. തുറക്കുന്നതിന് മുന്നേ ചോദിക്കുന്നത് തോന്നുന്നു. തുറന്നിട്ട് നോക്കാൻ ക്ഷമയൊന്നും ഇല്ല. എന്താ ഓർമ്മ വെച്ചേക്കുന്നത്? ഒരു പൗണ്ടിയോ? ഇങ്ങനെ കീറണോ? ആദ്യം കീർക്കാൻ മറ്റത് ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഇതിനകത്തുള്ളത് ഒരു പൗണ്ടിയാണ് ഇപ്പൊ കണ്ടത്. ദേ ഇത് പൊട്ടിച്ച് കാണിക്കാം. പൊട്ടിക്കുന്ന പൊട്ടിക്കണായിരുന്നു. അല്ലല്ല, പെർഫ്യൂം. ഇങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക്. അയ്യോ, ആ എനിക്കിത് മാത്രമല്ല, എന്റെ കൂട്ടുകാരി. പക്ഷെ എനിക്കിത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അവിടെ കൂട്ടുകാരിയാണ്, എനിക്കാ ഉള്ളതല്ല. തിരുത്തൂടി കിടക്കാൻ കാണിക്കും. ആദ്യം പിന്നെ പൊട്ടിക്കാൻ സോപ്പ്. എനിക്ക് പിയേഴ്സിന്റെ സോപ്പ്, ഡോവിന്റെ സോപ്പ്, വീണ്ടും ഡോവ്. ഇവള് സോപ്പ് ഇട്ട് കുളിക്കല. മറ്റേ ഞാൻ ഷവർ ജെല്ല. ഡോവ് സോപ്സ്. ഓ, ഇത് സോപ്പ് കുറെ ഉണ്ടല്ലോ. ബൗണ്ടീസ് ചോക്ലേറ്റ്. ആ യെസ്. ഇത് എത്രണ്ണുണ്ട്? 3 ഉണ്ടോ? ഇത് ആക്ച്വലി എന്താണ്? ഇതൊക്കെ കളർ വേറെയാന്ന് തോന്നുന്നു കേട്ടോ. ബ്ലാക്ക്, ഇതൊക്കെ വേറെ വേറെ കളേഴ്സ് ആണ് തോന്നുന്നു. യെസ്. ഇതെന്താണെന്നറിയാമോ? ഇത് വാട്ടിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഹെയർ കളേഴ്സ് ആണ്. അപ്പം മമ്മി ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ വാട്ടിക മാത്രമേ മമ്മി ഹെയർ കളർ യൂസ് ചെയ്യത്തുള്ളൂ. ഇത് ദുബായിൽ നിന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ആയിരുന്ന സമയത്താണ് കൂടുതലും സാധനങ്ങൾ നമ്മൾ ഈ വാട്ടിക അവിടെ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ അവളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി. അപ്പം ഇതേ 3 അല്ലേ? വാത്തികയുടെ 3 ഓരോരോ ഇതാണെന്ന് തോന്നുന്നു. ഇത് നാച്ചുറൽ ബ്രൗൺ 4. യെസ്, ഇത് നാച്ചുറൽ ബ്രൗൺ ആണ്. ഓക്കെ, നാച്ചുറൽ ബ്രൗൺ. ഇത് മറ്റേ പിന്നെ ബ്ലൂ ബ്ലാക്ക്. ഇത് ബ്ലൂബെറി. ഇതുണ്ടോ ബ്ലൂബെറിയുടെ ബ്ലൂ ബ്ലാക്ക്. പിന്നെ ഇത് മറ്റേത് എന്താന്ന് അറിയത്തില്ല. വാൾനട്ട് അല്ല, അതിന് വേറെ എന്തോ പേരായിട്ടേക്കണം. അങ്ങനെ ഇതാണ് അത്. അടുത്തത് പിന്നെ ഇനിയുണ്ട് സോപ്പ്. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. വീണ്ടും ഡിയോസ്. വീണ്ടും ഡിയോസ്. ഇതെന്താ സോപ്പും കൊണ്ട് ഇവിടെ ഞങ്ങളെന്താ കുളിക്കുന്നില്ലെന്നാണോ നിന്റെ വിചാരം? എനിക്ക് മോനും ഉള്ളതാ. ഞാനും ഡിയോസ് എടുത്തു. ശരിയല്ല. ഇത് എനിക്കാ. മനസ്സിലായോ? ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ ബോഡി ലോഷൻ ആണിത്. ഇത് എനിക്കുള്ള ബാത്ത് ആൻഡ് ബോഡി. എന്റെ ബോഡി ലോഷൻ ആണ് എനിക്കുള്ള ബാത്ത് ആൻഡ് സോപ്പ് ഉപയോഗിക്കല. ഇത് ബോഡി ലോഷൻ, ഷവർ ജെല്ലല്ല. ബോഡി ലോഷൻ. ഓ, ഇതായിരിക്കും ഷവർ ജെല്ല്. പെർഫ്യൂമാ, ഷവർ ജെല്ല. യെസ്. നേരത്തെ എന്റെ മെമ്മറി ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ലാസ്റ്റ് ഒന്നും കൂടെ ഉള്ളൂ. പാൽപ്പൊടി. ഇതാണ് മമ്മി മെയിൻ ആയിട്ട് പറഞ്ഞത്. എനിക്ക് പാൽപ്പൊടി വേണം. മമ്മിക്ക് ദുബായിലെ പാൽപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു 2 കിലോയുടെ അടുത്തുള്ള പാൽപ്പൊടിയാണ്. ഒന്ന് നോക്കി. ഞാനേ പെർഫ്യൂം പൊട്ടിച്ച് നോക്കിയില്ല. സ്മെല്ല. ഇത് പെർഫ്യൂം 2 എണ്ണമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്ന് എന്റെ ബ്രദറിനും ഒരെണ്ണം എനിക്ക് വേണം. അല്ലെങ്കിൽ 2 ഞാൻ തന്നെ എടുക്കാം. ആണെന്ന് തോന്നുന്നതല്ല, ആണ്. അവള് പറഞ്ഞായിരുന്നു ഞങ്ങക്ക് 2 പേർക്ക് വന്നത്. മമ്മി അങ്ങനെ പെർഫ്യൂംസ് ഒരുപാട് യൂസ് ചെയ്യത്തില്ല. മമ്മി ആകെ എന്താ ചെയ്യുന്നതെന്ന് അറിയുന്നു, ഞാൻ എവിടെ അടിക്കുന്ന ഒച്ച കേൾക്കുവാണെങ്കിൽ ഓടി ഇങ്ങനെ വെച്ചോണ്ട് വരും. ഞാൻ സ്വന്തമായിട്ട് ചെയ്യണം. അവളടിക്കുന്നത് കാണുമ്പോ ഞാൻ ഓടിക്കും. എന്താ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെടാത്ത കാര്യം.
പൊട്ടിക്കാനോ ഈ ദുബായിലെ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോവാതെ ലീക്ക് ആവാതെ അവള് കവറൊക്കെ മാറ്റിയിട്ടാണ് അവള് പാക്ക് ചെയ്തേക്കുന്നത്. ഈസി ആയിട്ട് എന്നിട്ട് അവർക്ക് പൊളിക്കത്തില്ല. ഇത് ഏതാ എനിക്ക് ഇതായിരിക്കും അല്ലേ? ആണുങ്ങളുടെ കാണിക്കുക, അവരുടേത് എഴുതി വെച്ചേക്കുമല്ലോ. ഇത് ലേഡി ആയിരിക്കും. പിങ്ക് ആണ് ഇതിന്റെ കവറിന്റെ ഇത് എന്നേക്കുന്നത്. മേ ബി ഇത് ലേഡി ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. എനിവേ ഞാൻ 2 പെർഫ്യൂം, കാരണം എനിക്ക് പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്, ഭ്രാന്ത്. നല്ല മണം, അടിപൊളി. ഈ കുപ്പിയാണെങ്കിൽ സൂപ്പർ. ഇത് എന്തോ ആയിരിക്കും. നല്ല സ്മെല്ല്, അടിപൊളി അടിപൊളി. നല്ല കുപ്പി, നല്ല ബോട്ടിലും, നല്ല ഇതെന്താ ഇങ്ങോട്ടൊക്കെ വീണോ സ്പ്രേയൊക്കെ? ഇത് അങ്ങനെയുണ്ട്. രക്ഷയില്ല കേട്ടോ. കൈ കാണിക്കേ. ഇത് കൂട്ടൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഇത് നല്ല രസമുണ്ട്, അതിനേക്കാളും നല്ലതാണ്. അടുത്ത പെർഫ്യൂം. അപ്പൊ ഇത് എനിക്ക്, അത് ചേട്ടന്, അങ്ങനെ 2 പെർഫ്യൂം. ഇനി നമുക്ക് അടുത്തത് എടുക്കൂ. ഇത് മമ്മിയുടെ ചേച്ചിയുടെ മരുമോളും മോനും ഭാര്യയും. മരുമോൻ ഓക്കെ. നമ്മൾ എക്സിബിഷൻ കണ്ടിരുന്നു. എന്നാലും ചോക്ലേറ്റ്സ് ആണ്. ഇത് കുനാഫ ചോക്ലേറ്റ് ആണ്. നെസ്റ്റോ വാങ്ങിച്ച് യാര കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ്. കുനാഫ ചോക്ലേറ്റ്, പിസ്താഷ്യോ ചോക്ലേറ്റ് ഹിമചേട്ടായി അവിടെ കൊണ്ടുവരുന്നത്. ചേച്ചിയുടെ മോനും ഭാര്യയും പിള്ളേരും വന്നത്. ഇതും കുനാഫ ചോക്ലേറ്റ് എന്തോ, ഇതും അത് അങ്ങനത്തെ തന്നെ എന്തോ ആണ്. കുനാഫയുടെ തന്നെയാണ് കേട്ടോ. അതിന്റെ തന്നെ ബൗണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഫെറാറോ റോച്ചർ, ബൗണ്ടി, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ചോക്ലേറ്റ്സ്. കുനാഫ, ഓഫ്കോഴ്സ് കുനാഫ. സോ കൊച്ചു കൊണ്ട് ഇത് അവക്ക് ആന്റി മീൻസ് ചേട്ടായുടെ മോള് ഒരുത്തിയുണ്ട്, ചെറുതാ. പിന്നെ അവള് വീട്ടിൽ മേടിച്ചപ്പോ ഞാൻ ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നത്, അവൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അപ്പൊ കഴിഞ്ഞോ? പെർഫ്യൂം, പെർഫ്യൂം നല്ല പാക്കിംഗ് അല്ലേ? ഹായ് നോക്കി, ബോട്ടിൽ നോക്കിയേ. ഹായ് നോക്കി നോക്കി. ഹായ് നല്ല രസം, നോക്കൂ. അറബിക് സ്മെല്ല്, ഭയങ്കര അറബിക് സ്മെല്ല്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ? 2 ഏകദേശം ഒരുപോലത്തെ. മനസ്സിലാവുന്നില്ലല്ലേ? മനസ്സിലാവുന്നില്ല, പക്ഷെ ഏകദേശം ഒരുപോലെ കേട്ടോ. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. ബോട്ടിലേക്ക് നോക്ക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സ്മെല്ല്. ഇത് ലേഡി സ്മെല്ലാണ്, സൂപ്പർ. രണ്ടും 2 വ്യത്യാസമുണ്ട്. സോ അപ്പൊ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളുടെ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങള്, അതായത് എന്റെ കൂട്ടുകാരിയും എന്റെ കസിനും കൊടുത്തു വിട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങള് ഒന്ന് അൺബോക്സ് ചെയ്ത ഒരു വീഡിയോ ആണിത്. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ സ്പെഷ്യൽ ആണ്. ബിക്കോസ് നമുക്ക് അങ്ങനെ ആരും കൊണ്ടു തരാറില്ല. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ലോഡ് സാധനങ്ങൾ വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ അങ്ങനെ നമുക്ക് പുറത്തുനിന്നൊന്നും വരുമ്പോ ഫ്രണ്ട്സ് എപ്പോ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ കൊണ്ടുതരണമെന്ന് മാത്രം. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഒത്തിരി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പണ്ടൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്കൊരു മുട്ടായി അല്ലെങ്കിൽ ഒരു സോപ്പിന്റെ കഷ്ണമൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. നമ്മുടെ പല കസിൻസും അല്ലെങ്കിൽ പല ഫ്രണ്ട്സും ഒക്കെ ദുബായിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും ആരും ഒന്നും നമുക്കൊന്നും തരത്തില്ല. അത് സോപ്പൊക്കെ ആണെങ്കിൽ പകുതിയൊക്കെ തന്നിട്ടുള്ള ഓർമ്മ ഉണ്ടാവും. പകുതി സോപ്പൊക്കെ മമ്മിക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്റെ കുഞ്ഞിലെ. അതിനൊക്കെ ദൈവം തന്നതാണ് ഞങ്ങൾക്ക് ഇത്. ഞാൻ ദുബായിൽ നിന്ന് എന്തോരം കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടി നിറച്ച് സാധനങ്ങൾ എനിക്കായിട്ട് മാത്രം ഒരു വലിയ ട്രോളി നിറച്ച് അതിനകത്ത് കുറെ സാധനങ്ങൾ. ഞാൻ ദുബായിലായിരുന്നപ്പോ മമ്മിക്ക് ഒരു ഫ്രണ്ട് വന്നപ്പോ കൊറിയർ കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ നിർത്തി പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പൊ അങ്ങനത്തെ മുട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ദുബായ് നമുക്കിതൊന്നും ഇവിടെ വാങ്ങിക്കാൻ കിട്ടാത്ത സാധനമൊന്നുമില്ല. എല്ലാം കിട്ടുന്ന സാധനങ്ങളാണ്. പെർഫ്യൂംസ് ആവട്ടെ, ബൗണ്ടി ആവട്ടെ, ഡോവിന്റെ സോപ്പ് ആവട്ടെ, ഇതാവട്ടെ എല്ലാം കിട്ടും. ആകെ എനിക്കൊന്നും കിട്ടാത്തത് ഈ വാത്തികയുടെ ഹെയർ കളർ മാത്രമാണ്. പക്ഷെ ഇവിടുന്ന് വാങ്ങിച്ചാലും അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഒരു ഫീല് അത് വേറൊന്ന് തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഇൻട്രസ്റ്റും ഇത്ര പൊളിക്കാനൊക്കെ എന്റെ ആക്രാന്തമായിട്ടുള്ളത്. സോ എനിവേ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ കുറച്ച് സാധനങ്ങൾ ഉള്ളെങ്കിലും ഞങ്ങൾ ഇത് എത്രേ സാധനങ്ങളൊക്കെ ആയിട്ടോ നമുക്ക് കിട്ടിയത്. മമ്മി എല്ലാം കുറച്ചൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ ഇതിൽ ഒരു വളരെ കൂടുതൽ സാധനങ്ങളുണ്ട്. കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്, പാൽപ്പൊടി ഉണ്ട്, പെർഫ്യൂംസ് ഉണ്ട്, ബോഡി ലോഷൻസ് ഉണ്ട്, ഹെയർ കളേഴ്സ് ഉണ്ട്, സോപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട്. താങ്ക് യു സോ മച്ച് കുട്ടു, മുത്ത്, ഷിന ചട്ടായി, സിൽജാമ, പിന്നെ പിള്ളേര് ക്രിസ്റ്റി, ബോന്നു എല്ലാവർക്കും ഞങ്ങൾക്ക് കൊണ്ട് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.